നമുക്ക് എല്ലാവർക്കും അറിയാം കൗൺസിലിംഗ് എന്നുള്ളത് എന്താണ്, കൗൺസിലിങ്ങിനെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. കൗൺസിലിംഗ് പലതരത്തിലുണ്ട്. സ്കൂൾ കൗൺസിലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഗ്രീഫ് കൗൺസിലിംഗ് ഉണ്ട്, ഡയറ്റ് കൗൺസിലിംഗ് ഉണ്ട്, സൈക്കോതെറാപ്പി ഉണ്ട്, അതുപോലെ അതിൽ ഗ്രീഫ് കൗൺസിലിംഗ് ഉണ്ട്. അതിൽ ഗ്രീഫ് കൗൺസിലിങ്ങിനെ പറ്റി പറയാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ അറിയാം, ഇപ്പോൾ നിലവിൽ ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു വ്യക്തിയെ, ആ വ്യക്തിയുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവരെ അത് സോൾവ് ചെയ്യാനായിട്ട് അവരെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതായത് ഹെൽപ്പിംഗ് ആൻ ഇൻഡിവിജ്വൽ ടു ഹെൽപ്പ് ഹിംസെൽഫ് എന്നാണ് നമ്മളതിനെ പറയുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് കൂട്ടുകുടുംബങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് ഷെയർ ചെയ്യാനായിട്ട് ആൾക്കാരുണ്ടായിരുന്നു. നമ്മുടെ കുടുംബത്തിൽ തന്നെ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ്. ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ ഒരു ടെക്നോളജി വന്ന സമയത്ത് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, എല്ലാവരുമായിട്ടും കണക്ഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ പേഴ്സണലി സംസാരിക്കാനോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഇല്ല. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കൂടുതൽ സമയം എപ്പോഴും നമുക്കതിന് പറ്റിയെന്ന് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെ കേൾക്കാൻ, നമ്മുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ, അതിനൊക്കെയുള്ളൊരു ഈ ഹെൽപ്പിംഗ് എന്നുള്ളൊരു പ്രക്രിയയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു കൗൺസിലറിൻ്റെ സഹായം എപ്പം നേടാം എന്നുള്ളതാണ്, എങ്ങനെ മനസ്സിലാക്കാം. നമുക്കെല്ലാവർക്കും ഗ്രീഫ് വരും, അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ലൈഫിൽ ഓരോ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ആ ബുദ്ധിമുട്ടിനെ നമ്മൾ എങ്ങനെ തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും നമ്മുടെ മുമ്പോട്ടുള്ള ആ ഒരു സുഗമമായ ജീവിതം, അല്ലെങ്കിൽ ഒരു ലൈഫ് ഈസി ആയിട്ട് പോകാനായിട്ട് നമ്മൾ ആ പ്രോബ്ലംസിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നിരിക്കും. അപ്പോൾ ചില ആൾക്കാർക്ക് അവർക്ക് തന്നെ ആ പ്രോബ്ലം സോൾവിങ് ഒരു സ്കില്ലുണ്ടാവും. അവർക്ക് അല്ലെങ്കിൽ വരുന്ന ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അവർക്ക് തന്നെ അത് സോൾവ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് പറ്റുമായിരിക്കും. പക്ഷെ ചില ആൾക്കാർ ഓരോ വ്യക്തികൾ വളർന്നു വരുന്ന ആ ഒരു സാഹചര്യം പോലെ ഇരിക്കും അവരുടെ കോപ്പിംഗ് സ്കിൽസ്, അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എന്നൊക്കെ പറയുന്നു. അപ്പം നമുക്ക് എപ്പോഴും നമ്മൾക്ക് കുടുംബാംഗങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങൾ കാണും നമ്മൾക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ അതെങ്ങനെ എടുക്കും എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള അവസരത്തിലാണ് നമുക്കൊരു കൗൺസിലറിൻ്റെ സഹായം വേണ്ടി വരുന്നത്. ഇപ്പോൾ കൗൺസിലർ എന്ന് പറയുന്നത് നമുക്കൊരു ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കൗൺസിലിംഗ് പോയി കഴിഞ്ഞാൽ അവരൊരു മാനസിക രോഗിയാണ്, അല്ലെങ്കിൽ ഞാൻ കൗൺസിലിംഗ് പോകുന്നുണ്ടെന്ന് വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കും എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെയൊക്കെ ഒരു തെറ്റായ ധാരണ ആൾക്കാരുടെ ഇടയിലുണ്ട്. അതുപോലെ തന്നെ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഉപദേശമാണ് എന്നുള്ള ഒരു രീതിയിലും ഉണ്ട്. പക്ഷേ കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം എപ്പോഴും നമ്മളെ തിരിച്ചറിയാൻ, നമ്മുടെ പ്രോബ്ലംസ് തിരിച്ചറിയാൻ, നമുക്ക് എത്ര പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തിരിച്ചറിയാൻ, നമ്മുടെ പ്രോബ്ലം സോൾവിങ് എത്രത്തോളം നമുക്കതിൽ കഴിയും എന്നുള്ളത് തിരിച്ചറിയാനൊക്കെ നമുക്ക് ഈ കൗൺസിലിംഗ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഈ മാനസിക രോഗിയാണ് നമ്മൾ, അല്ലെങ്കിൽ മാനസികമായി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് പോകുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിചാരവും, അല്ലെങ്കിൽ ഈ വിഷമമുള്ള, അല്ലെങ്കിൽ ഈ കൗൺസിലിംഗ് ആവശ്യമുള്ള ആൾക്കാർ തന്നെ വിചാരിച്ചിട്ട് പോവാതിരിക്കും. പക്ഷെ അത് നമ്മൾ പിന്നീട് നമ്മൾക്കിപ്പോൾ ഒരു വിഷമം വരികയാണ്, അല്ലെങ്കിൽ ചെറിയ രീതിയിലായിരിക്കാം അത് വരുന്നത്, നമുക്കതൊരു കൗൺസിലിംഗ് കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതിന് പോകാതെ നമ്മൾ ഈ ഒരു പ്രജുഡിസ് വെച്ചിട്ട് നമ്മളത് പേടിച്ച് കൗൺസിലിങ്ങിന് സഹായം തേടാതെ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പിന്നീട് അതൊരു സൈക്കോളജിക്കലി, അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിൻ്റെ സേവനം എടുക്കേണ്ട ആ ഒരു അവസ്ഥ വരെ എത്തുന്നതായിട്ട് കാണാം. അപ്പം നമ്മൾക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരാളുടെ സഹായം വേണം നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന്, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് തുറന്ന് സംസാരിക്കണം, നമ്മുടെ പ്രശ്നങ്ങൾ പറയണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർ എന്തായാലും ഒരു കൗൺസിലറിൻ്റെ സഹായം തേടുന്നത് നല്ലതായിരിക്കും. കൗൺസിലിംഗ് വഴി നമുക്ക് നമ്മുടെ പൊട്ടൻഷ്യൽ, നമ്മുടെ പ്രശ്നങ്ങൾക്ക് നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം. അതായത് ഒരു കൗൺസിലർ ഒരു പ്രശ്നമായിട്ട് വരുന്ന വ്യക്തിയുടെ അവരെ ഒരു 5 രീതിയിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഒരു പ്രശ്നമായിട്ട് വരുന്ന വ്യക്തിയെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിപ്പിക്കുക, അവർക്ക് എന്താണ് പ്രശ്നം എന്നുള്ളത് അവരെ തന്നെ മനസ്സിലാക്കിപ്പിക്കുക. അതുപോലെ അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരങ്ങൾ, പലതരത്തിലുള്ള പരിഹാരങ്ങൾ അവരെ കൊണ്ട് തന്നെ
കണ്ടെത്തി അവരെ കൊണ്ട് തന്നെ അത് ലിസ്റ്റ് ചെയ്യിപ്പിക്കുക. ആ പരിഹാരങ്ങൾ എത്രത്തോളം ഏത് പരിഹാരമാണ് അവർക്ക് ബെറ്റർ ആവുന്നത്, അത് സ്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ അവർക്ക് ചേരുന്നത്, അതിൽ ആ പരിഹാരങ്ങളുടെ നെഗറ്റീവും പോസിറ്റീവും സൈഡുകൾ അത് ഡിസ്കസ് ചെയ്യുക, അതിനെ പരിശോധിക്കുക. അതുപോലെ അതിൽ ബെറ്ററായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ആ പരിഹാരങ്ങളിൽ നിന്നുള്ള ബെറ്ററായിട്ടുള്ള സൊല്യൂഷൻ അവരെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്യിപ്പിക്കുക. ആ സൊല്യൂഷൻ എങ്ങനെ ഒരു ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു കൗൺസിലർ ഒരു കൗൺസിലിങ്ങിന് വിധേയനായ ഒരു വ്യക്തിയിൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ അതിൽ ഞാനിവിടെ പറയുന്നത് കൗൺസിലിങ്ങിൽ തന്നെ ഗ്രീഫ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയാണ്. അത് കൂടുതലും ഗ്രീഫ് നമുക്കറിയാം, എല്ലാവർക്കും നഷ്ടങ്ങളുണ്ടാവും. അത് പലതരത്തിലാവാം, മെറ്റീരിയൽ ആവാം, വ്യക്തികളാവാം, അല്ലെങ്കിൽ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് നഷ്ടങ്ങളുണ്ടാവും. അത് എങ്ങനെ കോപ്പ് ചെയ്യുന്നു, ആ നഷ്ടങ്ങളെ എങ്ങനെ കാണുന്നു, അല്ലെങ്കിൽ ആ നഷ്ടങ്ങളെ എങ്ങനെ നഷ്ടങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കോപ്പിംഗ് സ്കിൽസ്, ഗ്രീഫിൻ്റെ കോപ്പിംഗ് സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രീഫ് പല ആൾക്കാർ പല രീതിയിൽ, ഓരോ ഇൻഡിവിജ്വലും ഗ്രീഫിനോട് പ്രതികരിക്കുന്നത് പല രീതിയിലാണ്. ചിലർക്ക് പെട്ടെന്ന് ഗ്രീഫിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റും. ചിലർ ആ ഒരു ഗ്രീഫിൽ കുറേ നാളുകൾ അതിൽ തന്നെ ആ ഒരു ചിന്തകളും അതുമായിട്ട് ജീവിക്കുന്നവരുണ്ടാവും. അതുപോലെ ചിലവർക്ക് പെട്ടെന്ന് ഭയങ്കര അലച്ച് അല്ലെങ്കിൽ ഒച്ച വെച്ച് കരഞ്ഞിട്ടൊക്കെ ആവാം അവരതിനോട് പ്രതികരിക്കുക. പക്ഷെ ചില വീട്ടിൽ നമുക്കറിയാം, ഓരോ മരണ വീട്ടിലൊക്കെ ചെന്ന് ചിലവർ അതിനോട് പ്രതികരിക്കാതെ ഭയങ്കര നമ്പായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരേ പോസ്റ്ററിൽ ഇരിക്കുക. അതായത് അവർ കരയേയില്ല, വർത്തമാനം പറയില്ല, അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ടാവാം ലോസിനോട് അല്ലെങ്കിൽ ഗ്രീഫിനോട്. ഒച്ച വെച്ചിട്ട് കരഞ്ഞ് വിളിച്ച് പ്രതികരിക്കുന്നവരുണ്ടാവും. ചിലർ ദേഷ്യം കാണിക്കുന്നവർ, ചിലർ ഇറിറ്റേഷൻ കാണിക്കും. അപ്പോൾ ഓരോ രീതിയിലായിരിക്കാം ഓരോരുത്തർ അവരുടെ ഗ്രീഫ് അല്ലെങ്കിൽ ആ ഗ്രീഫിനോട് പ്രതികരിക്കുന്നത്. അപ്പം ആൾക്കാർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഈ അവയവദാന മേഖലയിൽ ഗ്രീഫ് കൗൺസിലിംഗ് വരുന്നത് കൂടുതലായും ICUകളിൽ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന അല്ലെങ്കിൽ മസ്തിഷ്കമരണം സംഭവിക്കുന്ന രോഗികളുടെ ബന്ധുക്കളോട് സംസാരിക്കുമ്പോഴാണ് ഈ ഗ്രീഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ അവരുടെ അവസ്ഥ, ഈ ICUയിൽ കിടക്കുന്ന പേഷ്യൻ്റെ അവസ്ഥ വീട്ടുകാരെ അറിയിക്കും. അവർ ആ സമയത്ത് ഗ്രീഫിലായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ നഷ്ടത്തിൻ്റെ ആ ഒരു വിഷമത്തിലാകും. അവർക്ക് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗാണ് ഗ്രീഫ് കൗൺസിലിംഗ്. അപ്പോൾ ഗ്രീഫ് കൗൺസിലിങ്ങിന് നമുക്ക് കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ഗ്രീഫിൽ തന്നെ ഗ്രീഫ് അക്സെപ്റ്റ് ചെയ്യുന്നതിൽ ഒരു കുബ്ലർ ആൻഡ് റോസിൻ്റെ ഒരു 5 സ്റ്റേജസ് ഓഫ് ഗ്രീഫ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേജസ് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഡാബ്ഡ എന്നാണ് പറയുന്നത്. അതിൽ നമ്മൾ ആദ്യം ഒരു ഗ്രീഫ് അല്ലെങ്കിൽ ഒരു മരണവാർത്ത അല്ലെങ്കിൽ ഒരു നഷ്ടത്തെ പറ്റിയിട്ട് ഒരു വ്യക്തിയുടെ അടുത്ത് പറയുമ്പോൾ ആദ്യം അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ അതിൽ ഡിനൈലാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് അവർ അതിനെ ഇല്ല എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു മരണം അറിയിക്കുകയാണെങ്കിൽ ഇല്ല, അത് ഒരിക്കലും സംഭവിക്കില്ല, അത് പോയിട്ടില്ല, അവരൊരു ഡിനയൽ സ്റ്റേജിലായിരിക്കും. അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അവർ എതിർക്കുന്ന ഒരു സ്റ്റേജാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ അത് ആങ്കറിലേക്ക് മാറും, അത് ദേഷ്യത്തിലേക്ക് മാറും. അതായത് നമ്മളൊരു വ്യക്തിയെ മരണപ്പെടുന്നതിന് പറയാം. ആദ്യം ഒരാളുടെ മരണം അവരുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുമ്പോൾ ആദ്യം അത് ഡിനൈ ചെയ്യുക ചെയ്യുന്നത്. ഇല്ല, അവർ മരിച്ചിട്ടില്ല, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് അത് ദേഷ്യത്തിലേക്ക് മാറും. ഇല്ല, ഇപ്പോൾ ഹോസ്പിറ്റലിലൊക്കെയാണ് കിടന്ന് മരിക്കുന്നതെങ്കിൽ ആ ഡോക്ടറിനോട് അവിടുത്തെ സ്റ്റാഫുകളോട് ദേഷ്യപ്പെടുക. അപ്പോൾ അതൊരു ആങ്കർ രീതിയിലേക്ക് മാറും. പെട്ടെന്നുണ്ടാകുന്ന ഒരു ഗ്രീഫ്, ഒരു ലോസിൽ പെട്ടെന്ന് അവർക്ക് ദേഷ്യം, എല്ലാത്തിലും ദേഷ്യം വരുന്നതായിട്ട് കാണാം. പിന്നെയാണ് അത് ബാർഗെയിനിങ് എന്നൊരു സ്റ്റേജിലേക്ക് പോകുന്നത്. അതായത് നമ്മൾ ദൈവത്തിനോട് പറയുക, എനിക്ക് ഇയാളെ തിരിച്ചു തരണം, ദൈവത്തിനോട് പറയുക, എന്തെങ്കിലും നമ്മൾ ഈ വഴിപാട് ചെയ്തേക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇത്ര മെഴുകുതിരി കത്തിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മളിത് ചെയ്തേക്കാം. ദൈവത്തിനോട് പിന്നെ ഒരു ബാർഗെയിനിങ് സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ഡോക്ടറിനോട് പറയാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം, ആളെ തിരിച്ചു തരണം. അപ്പോൾ ആ ഒരു ബാർഗെയിനിങ് സ്റ്റേജിലേക്കാണ് അടുത്ത് പോകുന്നത്.
പിന്നെ ആ ബാർഗെയിനിങ് സ്റ്റേജ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജിൽ ഏതാണ്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിയും. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ മരണത്തിൽ പിന്നെ ആ ആൾക്കാർ ഡിപ്രസ്ഡ് ആയിരിക്കും. ഈ വ്യക്തി പോയ ഇത് അവർ ഏകദേശം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നതാണ് ഈ അവസാനത്തുനിന്ന് രണ്ടാമത്തെ സ്റ്റേജ്. അതിലേറ്റവും അവസാനത്തെ സ്റ്റേജാണ് അക്സെപ്റ്റൻസ് എന്ന്. അതിൽ അവർ അക്സെപ്റ്റ് ചെയ്യും ഈ വ്യക്തി പോയി എന്നുള്ള കാര്യം ബന്ധുക്കൾ അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഈ അക്സെപ്റ്റിൽ മൂവ് ഓൺ ചെയ്യും. അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ അക്സെപ്റ്റിലും പിന്നീട് അതിൽ തന്നെ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ അക്സെപ്റ്റ് എത്താതെ ഡിപ്രഷൻ തന്നെ ഇരിക്കുന്ന അങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് ഈ ഗ്രീഫ് കൗൺസിലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ 5 സ്റ്റേജ് എല്ലാ ആൾക്കാരിലും ഈ ഒരു സ്റ്റേജിലാണ് ഗ്രീഫ് അവർ എടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇത് ചിലപ്പം ചില ആൾക്കാരിൽ കുറച്ച് ഓരോ ഫ്രീക്വൻസി മാറി മാറി വരാം. ചിലപ്പം ഡിപ്രഷൻ എന്നുള്ള ഫ്രീക്വൻസി കൂടുതലായിരിക്കാം ചിലർ അത് കുറഞ്ഞ് പെട്ടെന്ന് അക്സെപ്റ്റൻസിലേക്ക് വരാം. അത് ഓരോ ആൾക്കാരിലും ഓരോ വ്യക്തിയിലും അത് മാറിയൊക്കെ ഇരിക്കും. പക്ഷേ ഈ ഒരു 5 സ്റ്റേജാണ് ശരിക്കും ഗ്രീഫ് ഒരാളെ അല്ലെങ്കിൽ ഗ്രീഫ് അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഈ 5 സ്റ്റേജാണ് പറയുന്നത്. അതുപോലെ ഈ ഒരു ഗ്രീഫിൻ്റെ അവസാനത്തെ ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഇരിക്കുന്ന ആൾക്കാർക്കാണ് ഗ്രീഫ് കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നത്. അല്ലെങ്കിൽ പിന്നീടുള്ള കൗൺസിലിങ്ങിലും അല്ലെങ്കിൽ പിന്നീട് സൈക്കോതെറാപ്പിയിലേക്കും ഒക്കെ പോകുന്നത് ഈ ഡിപ്രഷൻ എന്നുള്ള ഒരു സ്റ്റേജിലുള്ള ആൾക്കാരാണ്. ഈ ഒരു അക്സെപ്റ്റൻസിലാണ് നമ്മൾ കൂടുതലായിട്ടും അവയവദാനത്തെ പറ്റിയിട്ടൊക്കെ ഈ ബന്ധുക്കളോട് സംസാരിക്കുന്നത്. ഈ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലേക്ക് അവർ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെപ്പറ്റി അവരോട് സംസാരിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രം അതിനു മുമ്പുള്ള സ്റ്റേജിൽ അവർ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാനോ അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം എടുക്കാനോ പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ബന്ധുക്കളോട് അവയവദാനത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ അക്സെപ്റ്റൻസ് എന്നുള്ള ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഈ അവയവദാനത്തെ പറ്റി അവരുടെ അടുത്ത് സംസാരിക്കാൻ പാടുള്ളൂ.